മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫമാ ഫറഹനാ ബഅദൽ ഇസ്ലാമി ഫറഹൻ മുസ്ലിം ആയതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോലെ ഒരു വാക്കുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ മുസ്ലിം ആയതിനു ശേഷം എന്റെ ജീവിതത്തിൽ അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ട വേറൊരു വാക്കില്ല മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഇന്നക മഅമൻ അഹ്ബബ്ത അനസേ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ നീ ആരെയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് പടച്ചവന്റെ മുന്നിലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ ആ വാക്ക് അൽഹംദുലില്ലാഹ് മുസ്ലിമാതിനു ശേഷം നബി തങ്ങൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന വാക്കാണ് കാരണം എന്താണ് ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുകയാണ് ഫഅർജു അൻ നകൂന മഅഹും വഇല്ലം അമൽ ബിഅമാലിഹി ഞാൻ അവരോടൊപ്പം സ്വർഗ്ഗത്തിലെത്താൻ കുറിക്കുന്നവരാണ് ഞാൻ അവരോടൊപ്പം അല്ലാഹുവിന്റെ കോടതിയിലെത്താൻ കുറിക്കുന്നവരാ ഫഇല്ലം അമൽ ബിഅമാലിഹിം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ പോയില്ലാരെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ് അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമേതാ നബി തങ്ങളോടൊത്ത് മക്കത്തിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയല്ലേ കുറെ നേരം മുമ്പിലൂടെ നടക്കും അത് കഴിഞ്ഞ് കുറെ സമയം പുറകിലൂടെ നടക്കും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂബക്കറെ നീ എന്തായി കാണിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകണ്ടകളോട് പറയുന്നു നബിയേ ചിലപ്പോൾ മുമ്പിൽ നിന്നാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വരുന്നതെങ്കിലോ ചിലപ്പോൾ പുറകിൽ നിന്നാണ് വരുന്നതെങ്കിലോ ആശങ്കയാണ് നബിയേ മനസ്സിന്റെ അകത്ത് പേടിയാണ് നബിയേ അതുകൊണ്ടാണ് മുമ്പിലും പുറകിലുമായിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി നടക്കുന്നത് റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞു നബിയേ ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറകിൽ വരുമോ എന്ന് പേടിച്ച് മുമ്പിൽ നിന്ന് പുറകിലേക്ക് ചാടും മുമ്പിൽ വന്നാലോ എന്ന് പേടിച്ച് മുമ്പിൽ പുറകിൽ നിന്ന് മുമ്പിലേക്ക് ചാടും അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ പൊട്ടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പർവതത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് കല്ലും മുള്ളും ചവിട്ടി റസൂല് നടന്നു നീങ്ങാൻ കഴിയാതെ നിന്നപ്പോ എന്റെ കൈ നീട്ടിയിട്ട് പറയുന്നു യാ ഹബീബല്ലാഹ് എന്റെ ശരീരത്തിലേക്ക് ഞാൻ അങ്ങയെ എടുക്കട്ടെയോ റസൂലേ ഈ ഒരു ഭാഗ്യം കിട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇല്ല അമൽ ബി അമാലിഹിം അവരൊന്നും ചെയ്തതുപോലെ ഞാൻ ചെയ്തില്ലെങ്കിലും അവരെ ഞാൻ ഇഷ്ടപ്പെടുകയാണ് നമുക്കും ഇഷ്ടപ്പെട്ടുകൂടെ അവരൊന്നും ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാലും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ശരീരവും ജീവനും ജീവിതവും കൊടുത്തതുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാലും അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാ അവരെ നമ്മൾ ഇഷ്ടപ്പെടുകയാ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തതുപോലെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്നാലും അവരെ പോലെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നാൽ അല്ലാഹു നമുക്ക് തരുന്നത് വലിയ ഭാഗ്യമാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് 2 ദിവസം കഴിയുമ്പോൾ കണ്ണിന്റെ ഭാഗത്ത് ഹോള് വരാൻ തുടങ്ങുകയാ ആ കണ്ണ് പുറത്തേക്ക് വരികയാ കൺമശി പുരട്ടിയ കാമുകന്മാരെ ആശ്രയിക്കാൻ വേണ്ടി സൗന്ദര്യവർദ്ധന വസ്തുക്കൾ കണ്ണിൽ പുരട്ടിയ എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഷോപ്പിംഗ് മോളിന്റെ അകത്തളത്ത് സൗന്ദര്യം വരുത്തി വെച്ച കാമക്കണ്ണുകളുമായി കറങ്ങി നടന്ന് കാമുകന്മാരെ വലയിലാക്കാൻ കടക്കണ്ണുമായി കറങ്ങിയ പൊന്നുമോളെ ആ കണ്ണ് 2 ദിവസം കഴിയുമ്പോ കബറിന്റെ അകത്തിരുന്ന ഒരു ദൂരമായിട്ട് കണ്ണിന്റെ ഭാഗം മാറുകയാ ആണും പെണ്ണിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാ 5ാമത്തെ ദിവസമായാൽ നമ്മുടെ ഈ മനോഹരമായ ശരീരമുണ്ടല്ലോ ആ ശരീരത്തിന്റെ വയറ്റിനകത്തിരുന്ന് പുഴുക്കൾ പുറത്തേക്ക് വരും ഒരു ചെവിയിലൂടെ മറുചെവിയിലേക്ക് വലിയ വലിയ ഇടജന്തുക്കൾ കയറി വരും അല്ലാഹുവേ ആ സമയത്ത് അല്ലാഹു ആദരിച്ച ശരീരമാണെങ്കിലോ അല്ലാഹു ബഹുമാനിച്ച ശരീരം
ശരീരമാണെങ്കിലോ, മഹാന്മാർ ഇഷ്ടപ്പെട്ട ശരീരമാണെങ്കിലോ, നിന്റെ ഖൽബിലുള്ള പ്രേമം ആർക്കും കൊടുക്കാതെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണെങ്കിലോ, പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ കഴിയുന്നതാണ് മഹാന്മാർ. അങ്ങനെയല്ലേ മഹാനായ യഹ്യ ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഇലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, വഇലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അദ്ദേഹം ഓടി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, ബയഅത ബിയദിക ഹാദിഹി റസൂലുള്ളാഹ്, നബി തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീ റസൂലുമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നബി തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആ മഹാനുഭാവനത് സമ്മതിച്ചപ്പോ യഹ്യ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കയ്യിൽ ഞാനൊരു മുത്തം കൊടുത്തുപോയി, നബി തങ്ങളെ തൊട്ട കയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ ഞാനൊരു മുത്തം കൊടുത്തുപോയി എന്ന് മഹാനായ യഹ്യ ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്റെ ഈ കൈ കൊണ്ട് ഈ മുത്തി നബി തങ്ങളുടെ ശരീരത്ത് തൊട്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാമുകിമാരെ ഒന്ന് തൊടാൻ കാത്തിരിക്കുന്ന വൈകാരിക ചിന്ത ഉണർത്തുന്ന ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷൻ എന്ന പേരിട്ടുകൊണ്ട് പ്രവാചക പ്രേമത്തെ കബറടക്കിയിട്ട് അടിഞ്ഞാട്ടത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട ഉമ്മത്തേ, സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിന്റെ ഈ വലത്തെ കൈ കൊണ്ട് മുത്തി നബി തങ്ങളുടെ തോളത്ത് തൊട്ടിട്ടുണ്ടോ? നഅം യാ സാബിത്ത് എന്ന് മറുപടി പറഞ്ഞപ്പോ ഫഖബ്ബലഹാ, ആ കയ്യിൽ ഒരു മുത്തം കൊടുക്കുകയാണ്. അതാണ് മദീനയിൽ കാണുന്നത്. മദീനയുടെ മണ്ണിന്റെ മുകളിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ചെരിപ്പിടാതെ നടന്നു പോയത്? ആ മദീനയോടുള്ള മഹബ്ബത്താണ്, ആ മദീനയോടുള്ള പ്രേമമാണ്. അൽഹംദുലില്ലാഹ്, പ്രവാചകരെ കാണാൻ കഴിയുന്നില്ല, ആ മുത്തുനബി തങ്ങളെ കണ്ടവരെ പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടണ്ടേ, അവിടത്തേക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കണ്ടേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 സ്വലാത്തെങ്കിലും ചൊല്ലുക. നേരത്തേക്ക് ഞാൻ സദസ്സിൽ പറഞ്ഞത് 313 ചൊല്ലാനാണ്. ഇനി അതൊന്നും പോരാ. കാലഘട്ടത്തിന്റെ അവസ്ഥകൾ ജീർണിച്ചുകൊണ്ടിരിക്കുകയാ. മനുഷ്യന് മൃഗങ്ങളെ പോലെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാ. ഉമ്മയെ പോലെ കൂട്ടിക്കൊടുക്കുന്ന കാലഘട്ടമാ, മക്കളെ പോലെ കൊള്ളെടുക്കുന്ന കാലഘട്ടമാ. പണത്തിന് വേണ്ടിയിട്ടെല്ലാം മറന്നുകൊണ്ട് മൃഗങ്ങളെ തോൽപ്പിക്കുന്ന ആറാട്ട് നടക്കുന്ന കാലവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ദിവസം 1000 സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലിക്കോ. ഇതെന്തിനാന്നറിയോ? സ്വലാത്തിന്റെ കണക്കെടുപ്പ് മഹല്ല് നടത്താൻ വേണ്ടിയിട്ടല്ല, നിന്റെ മനസ്സിനെ സംസ്കരിക്കാൻ, നിന്റെ ജീവിതത്തെ സംസ്കരിക്കാനതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണുമാരി കറങ്ങി നടക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഉമ്മാ, പ്രേമത്തെ ആ രീതിയിലൂടെ മാത്രം നിങ്ങൾ കാണല്ലേ.